നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പറപ്പൂക്കരയിൽ ജപ്തി നടപടികളുടെ ഭാഗമായി നോട്ടീസ് പതിപ്പിക്കാൻ എത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥയെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ആലത്തൂരിൽ നിർമ്മാണം ആരംഭിച്ചു. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഗുരുതിയും ആഘോഷിച്ചു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. വാർത്തകൾ വിശദമായി. പറപ്പൂക്കരയിൽ ജപ്തി നടപടികളുടെ ഭാഗമായി നോട്ടീസ് പതിപ്പിക്കാനെത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥയെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. പറപ്പൂക്കര അമ്പാട്ടുപറമ്പിൽ ബാബുവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പറപ്പൂക്കര റൂറൽ സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് നൽകാൻ എത്തിയ വനിതാ ഉദ്യോഗസ്ഥയോട് വീട്ടുടമ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു സംഭവം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ശാരീരികമായി ആക്രമിച്ചുവെന്നും ഉദ്യോഗസ്ഥയുടെ പരാതിയിലുണ്ട്. സംഭവത്തിൽ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോകുന്നത്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകളുടെ ചുമതലയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണതേജ 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായി എത്തിയത്. കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണതേജയുടെ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോകുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ആലത്തൂരിൽ നിർമ്മാണം ആരംഭിച്ചു. സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമേന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം TK സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത എന്നിവർ പ്രസംഗിച്ചു. 2022-23 വർഷത്തെ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് 55.5 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. ജീവിതത്തിന്റെ ദുരിത സാഹചര്യങ്ങളെ അതിജീവിച്ച് മണ്ണമ്പേട്ട സ്വദേശിനി നേടിയത് LLB. മണ്ണമ്പേട്ട നക്കര വീട്ടിൽ അംബികയാണ് തന്റെ സാഹചര്യങ്ങളോട് പൊരുതി വിജയം കരസ്ഥമാക്കിയത്. ചെറുപ്രായത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അംബികയെ നോക്കി വളർത്തിയത് അച്ഛനും ചേച്ചിമാരുമാണ്. 18 വയസ്സിൽ വിവാഹം കഴിയുകയും ചെയ്തു. വിവാഹശേഷം കൊടകര ബ്ലോക്കിലെ നോഡൽ പ്രേരക്കിൽ നിന്നും SSLCയും +2വും എഴുതിയെടുത്ത് ഷൊർണൂർ അൽ അമീൻ കോളേജിൽ നിയമപഠനത്തിന് ചേരുകയും ചെയ്തു. പലരിൽ നിന്നും നിരുത്സാഹപ്പെടുത്തൽ ഉണ്ടായപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിയമബിരുദം കരസ്ഥമാക്കിയ അംബികയുടെ വിജയത്തിന് സ്വർണ്ണ തിളക്കമുണ്ട്. ശില്പങ്ങളുടെ സെയിൽസ്മാനായ അയ്യപ്പനാണ് അംബികയുടെ ഭർത്താവ്. മുടങ്ങിപ്പോയ പഠനം തുടരുന്നതിനും ഒരു പ്രൊഫഷണൽ നിയമബിരുദം കരസ്ഥമാക്കുന്നതിനും അയ്യപ്പനാണ് അംബികയ്ക്ക് പിന്തുണ നൽകിയത്. അനന്തവും അനാമികയുമാണ് മക്കൾ. അംബികയെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോജൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവരും അനുമോദിക്കാൻ എത്തിയിരുന്നു.
കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഗുരുതിയും ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് അശ്വിനി ദേവ് തന്ത്രിയും മേൽശാന്തി MS സജിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമം, കലശപൂജ, ദ്രവ്യ കലശാഭിഷേകം, ശതകലശാഭിഷേകം, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടത്തി. അന്നദാനവും ഒരുക്കിയിരുന്നു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാ മ്യൂസിയമാണ് കൊടകരയിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. മനുഷ്യവികാരങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും സമൂഹത്തിലെ എല്ലാവർക്കും ആസ്വാദ്യമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷർമാൻ, വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ എന്നിവരുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മ്യൂസിയം കാണാനാകും. തിങ്കളാഴ്ച പ്രവേശനമില്ല. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജാഗ്രതാ സമിതി യോഗം സംഘടിപ്പിച്ചു. പുതുക്കാട് SI ലാലു യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ നിത്യ ജാഗ്രതാ സമിതിയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. സ്കൂൾ കൗൺസിലർ ടീന, പ്രിൻസിപ്പൽ സംഗീത, ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ ഷീബ, PTA, OSA, SMC പ്രതിനിധികൾ, റിട്ടയേർഡ് അധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, മറ്റു വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായി. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിത സമേതം പദ്ധതിയുടെ ഭാഗമായി വിത്തുപന്ത് നിർമ്മാണവും വിത്തുപന്ത് എറിയലും നടന്നു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ബിന്ദു അധ്യക്ഷത വഹിച്ചു. പൂക്കൾ, പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയുടെ വിത്തുകൾ അടങ്ങിയ 40ഓളം പന്തുകൾ സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തുള്ള പറമ്പുകളിലും എറിഞ്ഞു. പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളാണ് വിത്തുപന്തുകൾ തയ്യാറാക്കിയത്. MPTA പ്രസിഡന്റ് സുമൽ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ ഫിജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ ഉപയോക്താക്കൾ BSNL-ലേക്ക് ചേക്കേറാൻ തുടങ്ങിയിരിക്കുന്നു. അതേസമയം നഗരപ്രദേശങ്ങളിലൊഴികെ പലയിടത്തും ഡാറ്റ സേവനങ്ങളുടെ വേഗതക്കുറവ് ഉപയോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ജൂലൈ മാസം 3-ന് റിലയൻസ് ജിയോയും ഭാരതി എയർടെലും 4-ന് വോഡഫോൺ ഐഡിയയും നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെയാണ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ പൊതുമേഖലാ കമ്പനിയായ BSNL-ലേക്ക് പോർട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. മൊബൈൽ റീചാർജ് പ്ലാനുകളുടെ നിരക്കുകളിൽ 10 മുതൽ 27% വരെ വർധനവാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് BSNL പ്ലാനുകളുടെ കുറഞ്ഞ താരിഫ് കൂടുതൽ പേരെ ആകർഷിക്കുന്നത്. പ്രതിമാസം 200 രൂപയ്ക്ക് താഴെ ഇന്റർനെറ്റ് ഡാറ്റയും കോൾ ടൈമും SMS-ഉം ഉൾപ്പെടുത്തിയുള്ള BSNL-ന്റെ വിവിധ പ്ലാനുകളാണ് ഉപഭോക്താക്കൾ അധികവും ഇഷ്ടപ്പെടുന്നത്. ജൂലൈ 3-ാം തീയതി തൊട്ട് എല്ലാ കമ്പനിക്കാരും റേറ്റ് കൂട്ടുമെന്ന് പറഞ്ഞിട്ട് BSNL മാത്രം കൂട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഇപ്പോൾ പുതിയ സിമ്മുകൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആൾക്കാർ നോക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റേറ്റ് കുറവിൻ്റെയാണ്
പ്രശ്നം. മറ്റുള്ള കമ്പനിക്കാരൊക്കെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, അതിന്റെ ബേസിലാണ് ബേസിൽ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേക്കാരൻ്റെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. മൊബൈൽ ഷോപ്പുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് എന്ന് ഷോപ്പ് ഉടമകൾ പറയുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും BSNL 4G പോലും ലഭ്യമല്ല എന്ന് പറയുന്ന ഉപയോക്താക്കളും ഉണ്ട്. എന്നെ സംബന്ധിച്ച് BSNL ചോദിച്ചു വരുന്ന ആൾക്കാർ കുറവ് തന്നെയാണ്. ഈ കഴിഞ്ഞ 3-ാം തീയതി പൈസ കൂടി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇതുവരെ അതിന്റെ ബേസിൽ BSNL ചോദിച്ച അധികം ആൾക്കാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. BSNL കൂടുതൽ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നെറ്റിന്റെ ഒരു സ്പീഡ്, ഡാറ്റയുടെ ഒരു സ്പീഡ് കുറവാണ് ആൾക്കാർ BSNLക്ക് വരാനുള്ള ഒരു വിപുലത കാണിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ജിയോ എയർടെലിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. BSNL ചോദിച്ചാൽ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോ 3-ാം തീയതി ഇപ്പോൾ 5-6 ദിവസമായുള്ളൂ റേറ്റ് കൂട്ടിയിട്ട്. ഇനിയിപ്പോ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല. ഈ BSNL സിമ്മിന് ഒരു ചെറിയൊരു ഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5G നെറ്റ്വർക്ക് അവർക്കില്ല. അപ്പോൾ കുറേ ആൾക്കാർ മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് നിർബന്ധമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതും കൂടി ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ BSNL ഉപയോഗിക്കും. പുതിയ ഫോണുകളെല്ലാം 5G ആയതിനാൽ BSNLും വൈകാതെ 5Gയിലേക്ക് സേവനങ്ങൾ മാറ്റുമെന്നാണ് അറിയുന്നത്. BSNLിൻ്റെ കേരളത്തിലെ 4G വിന്യാസം ഈ വർഷം ഡിസംബർ മാസത്തോടെ പൂർത്തിയാകും. അതിനുശേഷം 5Gയിലേക്ക് മാറുവാനുള്ള നവീകരണ പ്രവർത്തികൾ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. BSNL 5G സേവനങ്ങൾ കൂടി ലഭ്യമായാൽ സ്വകാര്യ കമ്പനികളെക്കാൾ ഉപയോക്താക്കൾ കൂടുതൽ ആശ്രയിക്കുക BSNLിനെ തന്നെ ആയിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജൂലൈ 3 മുതൽ ജിയോയും എയർടെലും ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് ദാതാക്കൾ താരിഫ് റേറ്റ് ഉയർത്തി എന്നതുകൊണ്ട് തന്നെ BSNLിലേക്ക് വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഷോപ്പുകളിൽ അത്ര വലിയ ഒരു കുത്തൊഴുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കൂടുതൽ താരിഫ് കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഉപഭോക്താക്കൾ BSNLിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു മാസത്തെ റീചാർജിന്റെ സമയമാകുന്ന സമയത്തായിരിക്കും കൂടുതൽ പേരും മൊബൈൽ നെറ്റ്വർക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുക എന്നും വിലയിരുത്തപ്പെടുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മതബോധന വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. മദ്യവിരുദ്ധ സമിതി ഇടവക പ്രസിഡന്റ് സിജോ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. 50ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. UP വിഭാഗത്തിൽ 1-ാം സമ്മാനം ആൽബ സോണി, 2-ാം സമ്മാനം അൽന ജിൻസൺ, 3-ാം സമ്മാനം അന്ന റോസ് എന്നിവരും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 1-ാം സമ്മാനം ആഞ്ചലിൻ മരിയ ജിന്നി, 2-ാം സമ്മാനം ഹോളിൻ ഡേവിസ്, 3-ാം സമ്മാനം അബിൻ ആന്റണി, റിച്ചിൻ ആൽഡ്രിൻ എന്നിവരും കരസ്ഥമാക്കി. യോഗത്തിൽ മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചതലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ വാഴപ്പള്ളി, മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി വിനോയ് മംഗലൻ, ഷെർലി ഷിജു, ലില്ലി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. എച്ചിപ്പാറ ST കോളനിയുടെ സമഗ്ര വികസനം പദ്ധതി ഞായറാഴ്ച രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വരദരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. ചെങ്ങാലൂർ SN പുരം തണൽ പുഞ്ചിരി ക്ലബിന്റെ പൊതുയോഗവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കും. SN പുരം SNDP ഹാളിൽ ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തണൽ പ്രസിഡന്റ് MB യതീന്ദ്രദാസ് അധ്യക്ഷത വഹിക്കും. പുതുപുത്തൻ വസ്ത്രങ്ങളുമായി മന്ദാരം ടെക്സ്റ്റൈൽസ് കല്ലൂർ മാവിൻ ചുവടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഞായർ രാവിലെ 8-ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. മാവിൻ ചുവട് പുതിയ മാസ് ആർക്കേഡിലാണ് മന്ദാരം ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്നത്. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 5 മുതൽ ക്ഷേത്ര ചടങ്ങുകളും 10-ന് രുദ്രാഭിഷേകം, 11:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഞായറാഴ്ച വൈകിട്ട് 7-ന് ആദരിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ 5 ദിവസം തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ ഭീഷണി വർദ്ധിപ്പിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹെവി ഡ്യൂട്ടി ഡ്രൈവറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ കുറഞ്ഞത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. HGV ആൻഡ് HPV സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന. പ്രായപരിധി 18നും 58നും ഇടയിൽ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും അസലും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ഈ മാസം 17 രാവിലെ 11-ന് മുളങ്കുന്നത്തുകാവിലുള്ള നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പാളുടെ കാര്യാലയത്തിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ലാൻഡ് ലൈൻ 0487220825, അടുത്ത നമ്പർ 0487220136. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. ചിയാരം കുന്നത്തേൽ പരേതനായ ശ്രീധരൻ ഭാര്യ സാവിത്രി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ രമേഷ് കുമാർ, സുരേഷ് ബാബു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുന്നേൽ ഔസേബ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസ്, ബെന്നി, ചാർലി, ബിജു, ഷാൻറ്റി എന്നിവർ മക്കളും ജോസഫ്, റോസിലി, ഷീബ, പരേതനായ പൗലോസ് എന്നിവർ മരുമക്കളുമാണ്. ചെമ്പുച്ചിറ ചെട്ടിച്ചാൽ കാളേലി തിലകൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിജയലക്ഷ്മിയാണ് ഭാര്യ. വിഷ്ണു, ശ്രുതിലയ എന്നിവർ മക്കളും ശരത്ത് മരുമകനുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് പരേതനായ കല്ലൂക്കാരൻ അന്തോണിയുടെ ഭാര്യ കുഞ്ഞല അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. റോസിലി, ഔസേബ്, അന്തോണി, സണ്ണി എന്നിവർ മക്കളും റെജീന, ആനി, മായ, പരേതനായ തോമസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പറപ്പൂക്കരയിൽ ജപ്തി നടപടികളുടെ ഭാഗമായി നോട്ടീസ് പതിപ്പിക്കാൻ എത്തിയ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥയെ ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സബ് സെന്റർ ആലത്തൂരിൽ നിർമ്മാണം ആരംഭിച്ചു. കൊടുങ്ങ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ഗുരുതിയും ആഘോഷിച്ചു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പ ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.